ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. സെക്കൻഡ് കാറ്റഗറിയാണ് പൾസസ് എഗ് ആൻഡ് ഫ്ലഷ് ഫുഡ്. പൾസസ് എന്ന് പറഞ്ഞാൽ പരിപ്പ്, പയറ് വർഗ്ഗങ്ങള്, മുട്ട, പിന്നെ അതുപോലെ ഫ്ലഷ് ഫുഡ് എന്നാണ് ഫ്ലഷ് ഫുഡിനെ പറയുന്നത് നമ്മുടെ ഇറച്ചി, മീൻ, ഇതെല്ലാം ഫ്ലഷ് ഫുഡ് കാറ്റഗറിയിൽ വരും. അടുത്തത് നട്ട്സ് ആൻഡ് സീഡ്സ്. പിന്നെ ഉള്ളത് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്, നമ്മുടെ എണ്ണ, അതൊക്കെയാണ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസിൽ വരുന്നത്. പിന്നെ ഉള്ളത് സിറിയൽസ്. പിന്നെ അത് സിറിയൽസിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് മില്ലറ്റ്സും വരും. സിറിയൽസിന്റെ ഉള്ളിൽ മില്ലറ്റ്സും വരും. മില്ലറ്റ്സിന്റെ മറ്റൊരു പേര് സ്യൂഡോ സിറിയൽ എന്നാണ് അതിനെ പറയുന്നത്. പിന്നുള്ള കാറ്റഗറിയാണ് പാലും പാലുൽപ്പന്നങ്ങളും. നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമായിരുന്നു. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മളാരും ഈ പോഷക ഗുണം കിട്ടുന്ന രീതിയിൽ നമ്മൾ ആരും അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ബീറ്റ്റൂട്ട്, ഇഞ്ചി, ഇതൊക്കെ നമ്മളെ നിത്യോപയോഗ സാധനങ്ങളിൽ പെടുകയാണെങ്കിൽ കൂടി, പക്ഷെ വളരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് കഴിച്ചപ്പോൾ എല്ലാവർക്കും നല്ല സ്വാദിഷ്ടമായിട്ട് തോന്നുന്നില്ല. റിയലാണ്, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഇന്നിപ്പം ഇവിടെയുള്ള ക്ലാസ് എടുത്തപ്പോൾ നമുക്കത് മനസ്സിലായി. അതുപോലെ ഓരോ വിഭവങ്ങൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കരികൾക്കാർക്കാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു തന്നു. അത് ഒത്തിരി വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു. പ്രസന്റേഷനും വളരെ നല്ലതായിരുന്നു. സെന്റ് ജോസഫ് കോളേജിലെ ആൽവിന നമുക്ക് ഹെൽത്തി പ്ലേറ്റ്സിനെ കുറിച്ച് നല്ല രീതിയിലാണ് ക്ലാസ് എടുത്തത്. അത് നമുക്ക് ഒരുപാട് തരത്തിലെ ന്യൂട്രീഷൻ ക്ലാസ്സുകളും മറ്റും വയ്ക്കുമ്പോൾ അവിടെയുള്ള അമ്മമാർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ടും അവരെ ഇത് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മളുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തി അതിലൂടെ അവർക്കൊരു നല്ല ആരോഗ്യം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിലൂടെ നമുക്ക്